അഞ്ചാമത്തെ അവതാരമായ വാമനനാണല്ലോ നമ്മുടെ പാതാളത്തിലേക്ക് മാവേലിയെ ചവിട്ടി താഴ്ത്തിയത്. എല്ലാ ഓണക്കാലത്തും വരുന്നൊരു കഥയാണ്. അതായത് കേരളം ഉണ്ടാകുന്നതിന് മുന്നേ എങ്ങനെയാണ് ഈ മാവേലി വന്നതും മാവേലി ചവിട്ടി താഴ്ത്തതും. എന്താ ഇപ്പോ അതിനെപ്പറ്റി തോന്നുന്നേ? ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് കേരളീയര് പൊതുവെ വിശ്വാസങ്ങളില് ഊന്നി ജീവിക്കുന്നവരാണ്. പക്ഷെ ഇതിനെ നമ്മള് ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തെളിവുകൾ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. അങ്ങനെ നോക്കുമ്പോ ഇതിന് യാതൊരുവിധ തെളിവുമില്ല. ഇപ്പൊ ഈ പറയും പോലെ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളില് 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. ആ പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നൊരു മിത്ത് നമ്മളിൽ എല്ലാവരിലും നിൽക്കുന്നുണ്ട്. അപ്പം ഈ വിശ്വാസത്തില് ഊന്നി നിൽക്കുന്ന ജനതയോട് നമ്മൾ ചോദിക്കുവാണ്, 6ാമത്തെ അവതാരമായ പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയതെങ്കിൽ അതിനു മുൻപേ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി. ഈ മഹാവിഷ്ണുവിന്റെ ഈ 10 അവതാരങ്ങളും ഓരോ അവതാരങ്ങളുടെയും അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അടുത്ത അവതാരം എടുക്കുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ നോക്കുവാണെങ്കിൽ വാമനൻ വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തി ആ അവതാര ലക്ഷ്യം, കാരണം ഈ മഹാബലിയെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി മാത്രം രൂപമെടുത്ത ഒരു അവതാരമാണ് വാമനൻ എന്ന് പറയുന്നത്. ആ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷമാണ് പരശുരാമനായിട്ട് അവതാരം എടുക്കുന്നത്. അപ്പോഴാണ് കേരളം ഉണ്ടായേക്കുന്നത്. അതെ, നമ്മളും വഴിവെറിഞ്ഞ് ലോജിക്കലി അതാണ്. പക്ഷെ ഈ ഒരു എല്ലാ പ്രാവശ്യം ഓണത്തിന്റെ സമയത്ത് ഇതങ്ങ് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഒരു മൊത്തം നമുക്കൊരു കൺഫ്യൂഷൻ ആവും, എന്താണ് ശരിക്കും. ശരിയാണല്ലോ, ലോജിക്കായിട്ട് ചിന്തിച്ചു ഓക്കെ, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന് മുന്നേ കേരളം ഉണ്ടായില്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെങ്കിലും നാളത്തെ കേരളം നാളെ കഴിഞ്ഞാൽ കേരളമില്ലേ എന്ന് ചോദിക്കും പോലെ ആവും. അതല്ലാതെ നമ്മളിപ്പോ ലോജിക്കലി ചിന്തിക്കുവാണെങ്കിൽ കേരളം രൂപം കൊണ്ടത് കേരളം രൂപം കൊണ്ടത് 1956-ലാണ്. ശരിക്കും ഈ 1956 കാലഘട്ടത്തില് ഈ പറയുന്ന മഹാവിഷ്ണുവോ മറ്റു അവതാരങ്ങളോ ഇതൊന്നും ഈ ഒരു കാലഘട്ടത്തിലേ അല്ല ഉണ്ടായേക്കുന്നത്. അല്ല, പറയുവാണെങ്കിൽ മിത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് മുന്നേ ഉണ്ടായേക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ പുരാണങ്ങളെയും അല്ലെങ്കിൽ വിശ്വാസത്തെയും ഒക്കെ നമ്മള് ഭയങ്കരമായിട്ട് നോക്കുവാണെങ്കിൽ, ചെകഞ്ഞു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നേ യേശുക്രിസ്തു മാത്രം. അതെ, തീർച്ചയായിട്ടും. അതാ BC AD കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ BC AD, ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ഡെത്ത്, ഇങ്ങനെയാണ്. അത് ഉണ്ട്, തെളിവുള്ളതാണ്. അതെ. പക്ഷെ ഈ മഹാബലി അതുപോലെ തന്നെ ഇപ്പൊ അതിപ്പോ നോക്കുവാണെങ്കിൽ ലോജിക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ മുസ്ലിംസിന്റെ കയ്യിൽ തന്നെ ഖുറാനില് ചന്ദ്രനെ പിളർത്തിയായിട്ട് ഒട്ടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പുരാണങ്ങൾ ഓക്കെ, പക്ഷെ നമ്മൾ ലോജിക്കായിട്ട് എടുത്തു വരുമ്പോ ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് വാമനന്റെയും പരശുരാമന്റെ ഒക്കെ പറഞ്ഞ പോലെ ഇതും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണത്. ഇപ്പൊ ശരി, പുരാണം വായിച്ച് അതേ വിശ്വാസികൾക്ക് ചിലപ്പോ ഈ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അല്ലാതെ മറ്റൊരു ഭാഗം ഇപ്പൊ നമ്മളെ പോലെ ലോജിക്ക് സംസാരിക്കുന്നവർക്ക് ചിലപ്പോ അത് ഒരു സബ്ജക്ട് തന്നെയാണ് ആ കാര്യം. ഇപ്പൊ ഇതേ കാലം ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പോ എല്ലാ വിശ്വാസത്തിലും അവരാണ് ഈ ലോകം ഉണ്ടാക്കിയെന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം ഹിന്ദുവാണ് ഉണ്ടാക്കിയത്, ഹിന്ദുവിന്റെ ദൈവമാണ് ഉണ്ടാക്കിയത്. ക്രിസ്ത്യന്റെ വിശ്വാസപ്രകാരം അതാണ്. ഇപ്പൊ പ്രവാചകനാണ് അവർക്ക് ഉണ്ടാക്കി ഓടുന്നതാണ് ഉണ്ടാക്കി പറയും. അപ്പൊ ശരിക്കും ഒരു ലോകമേ ഉള്ളൂ. ഇപ്പം അങ്ങനെ വിശ്വാസത്തിൽ ഊന്നി സംസാരിക്കുവാണെങ്കിൽ, ദൈവം എന്നൊരു കൺസെപ്റ്റിനോട് സംസാരിക്കുവാണെങ്കിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് പ്രകൃതിയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായിരിക്കും ബെറ്റർ അല്ലേ? പല വിശ്വാസങ്ങളും സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം വിശ്വാസമല്ല, ഭക്തിയല്ലാത്ത ഇതിപ്പം പല കേട്ടുകേൾവി പ്രകാരം ഈ ചിലർ പറയും ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കേരളീയരുടെ ഉത്സവം എന്നാണ് ഓണത്തിനെ പറയുന്നത്. പക്ഷെ ഇത് നോർത്ത് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ ഇവിടെ നിന്നെല്ലാം വന്നതാണ് എന്ന് പറയപ്പെടുന്നതുകൊണ്ട് ശരിക്കും അവരുടെ ആഘോഷമാണ്, മലയാളികളുടെ ആഘോഷമല്ല. ചിലരത് ഈ അവതാരത്തിന്റെ നമ്പർ കണ്ടതാണ്. ഇത്രയും നാൾ നമ്മൾ ഇന്നലെ ഓണം എന്നല്ലേ തിരുവോണം, ഇന്നലെ വാമന ജയന്തി എന്ന് പറഞ്ഞൊരു ന്യൂസുകാരുടെ ഞാൻ കണ്ടായിരുന്നു. അത്
എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലരും പലതായിട്ട് ഇതാക്കി. ഇപ്പൊ വാമന ജയന്തി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം മഹാബലി ബലിദിനം എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും നാള് നമ്മളത് കാണാത്തൊരു വേർഡാണ് വാമന ജയന്തി ആഘോഷം എന്നുള്ള രീതി. ആക്ച്വലി നമ്മൾ തിരുവോണ ദിന ആശംസകളാണ് നമ്മൾ നേരാറുള്ളൂ, നമ്മൾ പറയാറുള്ളൂ. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് വാമന ജയന്തി, വാമന പാതാളത്തേക്ക് ചവിട്ടിത്താഴ്ച ദിവസമാവണ്ടായിരിക്കും ചെല്ലാം. അങ്ങനെ വാമന ജയന്തി മീൻസ് വാമനൻ അന്ന് അതിന് വേണ്ടിയിട്ട് അവതാരം, അതുകൊണ്ടാണ് ജയന്തി. അതാണ് ഞാൻ പറഞ്ഞത്, ആ ദിവസം തന്നെയാണ് മഹാബലി. അപ്പൊ വേണമെങ്കിൽ മഹാബലി ബലിദിനം സമാധിന്ന് കൊടുക്കാം, സമാധിന്ന് കൊടുക്കാം. എന്താണ് ലോജിക് അനുസരിച്ച് പല രീതിയിലും വ്യാഖ്യാനിക്കാന്ന് പറയുന്ന പോലെ. ഇതിപ്പോ നമ്മൾ ചോദിക്കാൻ കാരണം അനൂപ് ഗംഗാധരൻ എന്ന് പറഞ്ഞ ആള് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു കോണ്ടന്റ് കണ്ടിട്ടാണ് നമ്മൾ ചോദിച്ചത്. പുള്ളി എടുത്തേനെ പറയുന്നുണ്ട്. അപ്പൊ നോക്കിയാണെങ്കിൽ അന്റാർട്ടിക്ക ഇതൊന്നും ഇവിടെ അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ വന്ന കമന്റ് ആണ് അതിനെക്കാട്ടും രസം. കേരളത്തിൽ മാത്രമല്ല ഓണം ആഘോഷിക്കുന്നത്, അപ്പൊ കേരളം രാജ്യമല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ എന്താണ് ശരിക്കും പറയാനുള്ളത്? മീൻസ് ആ ഒരു നമ്മളും കണ്ടതാണ്. നമ്മളിപ്പോ ഓണം എന്ന് പറഞ്ഞ് എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഓണം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന മലയാളികളായിക്കോട്ടെ, ഇപ്പം കേരളത്തിന് പുറത്തുള്ള മലയാളികളായിക്കോട്ടെ, ഇന്ത്യക്ക് പുറത്തുള്ളവരായിക്കോട്ടെ, ഏത് രാജ്യക്കാരായിക്കോട്ടെ, നമ്മളെല്ലാവരും ഒരു ദിവസം വീട്ടിൽ ഒത്തുകൂടി നല്ലൊരു ആഘോഷമായിട്ട് ചിലര് ഓഫീസുകളിൽ നമ്മളിപ്പോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഓണം എന്നൊരു പേര് ഇട്ടു. ഈ ഓണത്തിന് പകരം മഹാബലിയും വാമനനും ഒന്നും അല്ലാതെ വേറെന്തെങ്കിലും ആണെങ്കിലും നമ്മളത് ആഘോഷിക്കും. അതൊരു സന്തോഷമാണ് ശരിക്കും. ആ സന്തോഷത്തിനെ നമുക്കൊരു പേരിട്ട് വിളിക്കുന്നു. പിന്നെ ഇപ്പോ അനൂപ് ഗംഗാധരൻ തന്നെ അതിൽ പറഞ്ഞു, കഥയിൽ ചോദ്യമില്ല, എന്തായാലും നമ്മളത് ഫോളോ ചെയ്തു പോകും. അതിന്റെ അടിയിൽ വന്ന് രസകരമായ ഒരു കമന്റ് ഉണ്ട്, വല്ലതൊക്കെ പറഞ്ഞാൽ 10 ദിവസത്തെ അവധി കളയില്ലേ എന്നുള്ളൊരു കമന്റും കേട്ടേ ഉള്ളൂ. നമ്മൾ എന്തായാലും കുഞ്ഞിലെ മുതൽ നമ്മൾ കേട്ടു വളർന്നത് ഇതാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചിരുന്നത് മഹാബലിനെ കുറിച്ചിട്ട് കവിത, കഥകള്, സ്കൂൾ ടൈം തുടങ്ങി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ പഠിച്ചിരുന്ന സമയത്ത് ഒരുപാട് കഥകള്. മഹാബലി ഭയങ്കര ദാനധർമ്മിയായിരുന്നു. കേരളം നമ്മൾ തുടങ്ങുന്നത് തന്നെ മാവേലി നാട് പണിയുടെ കാലം, മനുഷ്യരെല്ലാരും ഒരുപോലെ, ഇങ്ങനെയാണ് നമ്മളെല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, നമ്മളെല്ലാരും, നമ്മള് പോലും ചെറുപ്പത്തിൽ ഇതൊക്കെ വിശ്വസിച്ച് നടന്ന ആളുകളല്ലേ സത്യം പറഞ്ഞ. അതെ അതെ അതെ, നമുക്ക് എന്താ 10 ദിവസം അവധി, അതുള്ള അപ്പൊ ആ കുഞ്ഞുനാളിലെ പൂക്കളം അതും ഇതൊക്കെ നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. ഇപ്പൊ വിഷു അതെ അതുപോലെ തന്നെയല്ലേ വിഷു? അതെ, എല്ലാം ഓരോ രീതിയില്. ഇതിപ്പം ഓണം നമ്മള് ചിങ്ങമാസത്തിൽ ഇങ്ങനെ ആഘോഷിക്കുന്നു, 10 ദിവസം പൂക്കളം ഇടുന്നു, അതങ്ങനെ ഫോളോ ചെയ്തു പോകുന്നു, ഓണത്തപ്പനെ വരവേൽക്കുന്നു. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ ഇതിപ്പോ മഹാബലിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, മഹാബലി വർഷത്തിലൊരിക്കലും നമ്മൾ അടുത്തേക്ക് വരുന്നു, പിന്നെ സ്വീകരിക്കുന്നു ആ ഒരു ഇതില്. പക്ഷെ ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ ജില്ലകളിലും ഇത് ആഘോഷിക്കുന്നത് പല രീതിയിലാണ്. അതെ, തീർച്ചയായിട്ടും. മനസ്സിലായോ? അതിൽ പോലും വ്യത്യാസമുണ്ട്. ചിലര് വെറുതെ പൂക്കളം ഇടും, ചിലര് പൂക്കളം ഇടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലെ അത്രയ്ക്ക് വ്രതം നോക്കി കുളിച്ചിട്ടേ പൂക്കളം ഇടൂ. അത്രയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ചാണകം തളിച്ച് അങ്ങനെ തന്നെയാണോ എല്ലാവരും പൂക്കളമൊക്കെ ഇടുന്നത്? അല്ലല്ലോ, അല്ല. അതാ പറഞ്ഞത്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പൊ ഓണത്തിന്റെ അന്ന്, തിരുവോണത്തിന്റെ അന്ന് എല്ലാവരും പൂക്കളം ഇടുന്നത് എങ്ങനെയാ? ചിലർ ഓണത്തപ്പനെ വെച്ചിട്ട് എപ്പോഴുന്നേറ്റായിരിക്കും നീ പൂക്കളം ഇടുന്നത് തിരുവോണത്തിന്റെ അന്ന്? തലേദിവസം സെറ്റ് ചെയ്ത് മാവേലിനെ വരവേൽക്കാനായിട്ടെല്ലാം സെറ്റാക്കി വെച്ചു. ഏകദേശം എത്ര മണിക്ക്? ഒരു 10-10:30 രാത്രി സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. വെളുപ്പിന് ഒരു 3 മണി 4 മണി ആ സമയത്ത് എഴുന്നേറ്റ് നമ്മള് മറ്റേ ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ ചതുരത്തിൽ ഇതുണ്ടാക്കി തൃക്കാക്കരപ്പൻ എന്ന് പറയുന്ന ഓണത്തപ്പൻ, തൃക്കാക്കരപ്പൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെറുതെ വെക്കുകയല്ല ചെയ്യുന്നേ, അരിമാവ് കലക്കി അതിന് മീതെ ഒഴിച്ച് അപ്പവും അടയും ചുട്ട് ഓണക്കോടി വെച്ച് വിഷുക്കണിയൊക്കെ വെക്കില്ലേ, അതുപോലെ വെച്ച് വെളുപ്പിന് 3 മണി 4 മണി സമയത്ത് മറ്റേ ആർപ്പോ ഇറോ വിളിച്ച് ഓണത്തപ്പനെ വരവേൽക്കണം. പൂക്കളം ഇട്ടതിന് ശേഷം പൂക്കളം ഇവിടം തുടങ്ങിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ വീടിന് വാതുക്ക വരെ തുമ്പയും ഇതും ഇട്ടിട്ട് കുരുത്തോല വെച്ച് അങ്ങനെ വരവേൽക്കുന്നവരുണ്ട്. അപ്പം അപ്പൊ പിന്നെ കേരളം അതിന് പുറത്തു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ചിലപ്പോ നമ്മൾ ഈ ഓണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്നു. ശരിക്കും മഹാബലി എന്ന് പറയുന്നത് ഇപ്പൊ നോർത്തിലും സൗത്തിലും ഒക്കെ വേറെ ഏതെങ്കിലും പേരിലായിരിക്കുള്ളൂ. നമ്മള് ചിക്കിച്ചകിഞ്ഞ് പോകാനാണെങ്കിൽ
പലതും ഇപ്പൊ എന്താ പറയാ, നമ്മുടെ വിശ്വാസങ്ങൾ എപ്പോഴും വിശ്വാസങ്ങളായിട്ടും ആചാരങ്ങളായിട്ടൊക്കെ അങ്ങ് പോട്ടെ, നമ്മൾ ശീലിച്ചു പോയില്ലേ, നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. അതെ, പിന്നെ ഇത് നമുക്ക് അതിനിടയിലുള്ള ഒരു തമാശയായിട്ട് എടുക്കാം, ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മള് പോലും വലുതായി കഴിഞ്ഞപ്പോ ഇതൊക്കെ ചോദ്യം ചെയ്യാറായി. അതിക്ക് മുന്നേ നമുക്ക് 10 ദിവസത്തെ അവധി, പൂക്കള് പറിക്കുക, ഇടുക, നമ്മൾ എൻജോയ് ചെയ്യുക, സിനിമ കണ്ടുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും ട്രിപ്പ് കുറെ പോകുക, ഗെയിംസ് കളിക്കുക. ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണല്ലോ നമ്മൾ അയൽവക്കത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ എന്റർടൈൻമെന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല സന്തോഷം. പിന്നെ വീട്ടുകാരൊപ്പം ആ ഒരു ദിവസം വീട്ടുകാരെല്ലാം കൂടി ഉണ്ടാവുക. കുഞ്ഞുനാളിൽ അതായിരുന്നു കൺസെപ്റ്റ് എങ്കിൽ വലുതായപ്പോ കുറച്ച് നമ്മൾ മാറി. ആ കുഞ്ഞെന്നുള്ളത് നമ്മൾ വലുതിലേക്ക് മാറിക്കഴിഞ്ഞപ്പോ എന്തായി, ഓട്ടപ്പാച്ചിലും അതും ഇതും ഒക്കെ ഇപ്പൊ എന്താ എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് കുഞ്ഞുനാള് നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരോട് കളിക്കാനും എൻജോയ് ചെയ്യാനാണെങ്കിൽ വലുതാവുമ്പോ ഒരു ദിവസമെങ്കിലും വീട്ടുകാരോട് ഇരിക്കാലോ എന്നുള്ള മൈൻഡിലേക്ക് നമ്മൾ മാറി. എന്തായാലും ഇനി വരുന്ന തലമുറയ്ക്ക് പണ്ടത്തെ ഒരു ഓണം കിട്ടുമെന്ന് അറിയില്ല. ഈ കഥകൾ പോലും ചിലപ്പോൾ അന്യം നിന്ന് വരും. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഓണം എപ്പോഴും അടിപൊളിയാണ്. നല്ലൊരു ഓർമ്മയായിട്ട് ഇനിയും ഇതൊക്കെ തന്നെ ഇങ്ങനെ പോകുവാണെങ്കിൽ നല്ലതായിരിക്കും.